കരുനാഗപ്പള്ളിയിൽ മിനി സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കുമെന്ന് LDFിന്റെ പ്രകടന പത്രിക. തീരപ്രദേശത്തെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണും. കോർട്ട് കോംപ്ലക്സ് കരുനാഗപ്പള്ളി നഗരത്തിൽ സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും പ്രകടന പത്രികയിൽ പറയും. കരുനാഗപ്പള്ളി തീരപ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കും. പൂർത്തീകരണത്തിലെത്തിയ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി ബഹുനില കെട്ടിടത്തിൽ എല്ലാ വിഭാഗ ചികിത്സാ സൗകര്യങ്ങളും ഏർപ്പെടുത്തും. കായൽ ടൂറിസത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിന് സംസ്ഥാന ടൂറിസം വകുപ്പുമായി ചേർന്ന് പദ്ധതിക്ക് രൂപം നൽകുമെന്നും കോർട്ട് കോംപ്ലക്സ് കരുനാഗപ്പള്ളിയിൽ സ്ഥാപിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും LDF പ്രകടന പത്രിക പുറത്തിറക്കി LDF നേതാക്കൾ പറഞ്ഞു. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന കരുനാഗപ്പള്ളി പട്ടണത്തിൽ വലിയ ഗതാഗത കുരുക്കുണ്ട്. ഇപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്ത് ടാക്സി ഓട്ടോയും ടാക്സി കാറും മറ്റു വാഹനങ്ങളുമൊക്കെ പാർക്ക് ചെയ്യുന്നതിന് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെടുത്തി ഒരു പദ്ധതി തയ്യാറാക്കുന്നതിന് ഞങ്ങൾ ഈ പ്രകടന പത്രികയിൽ അങ്ങനെ ഒരു കാര്യം രൂപപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു കാര്യം, സ്ഥിരമായി കിടപ്പ് രോഗികളായിട്ടുള്ള എല്ലാ രോഗികളെയും പരിചരിക്കുന്നതിന് പാലിയേറ്റീവിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു ഇടപെടൽ ഞങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ജഗജ്ജീവൻ ലാലി, B സജീവൻ, ഷറഫുദ്ദീൻ മുസ്ലിയാർ, പ്രവീൺ മനക്കൽ, മുഹമ്മദ് കുഞ്ഞ്, D സദാനന്ദൻ, നിജാം ബഷി എന്നിവർ പങ്കെടുത്തു. നമുക്കറിയാം, നഗരസഭയുടെയും അതുപോലെ തന്നെ കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ വലിയ കുടിവെള്ള പ്രശ്നങ്ങൾ പലയിടത്തും നിലനിർത്തപ്പെടുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അന്നത്തെ MLAക്കെതിരായും പലപ്പോഴും നഗരസഭയ്ക്കെതിരായും UDF പ്രചരിപ്പിക്കാനുള്ള പരിശ്രമം നടത്തുന്നത് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതെല്ലാം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ MLA ആയിരുന്ന R രാമേന്ദ്രൻ്റെ കാലത്ത് കരുനാഗപ്പള്ളി നഗരസഭയുടെയും കരുനാഗപ്പള്ളി മണ്ഡലത്തിലെയും കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വലിയ 2 പദ്ധതികൾ, ഒന്ന് ഞാങ്കടവ് 2 എന്ന പേരിൽ 350 കോടി രൂപയുടെ വലിയൊരു പദ്ധതിയും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.